ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്കൊരു 10 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസിയാണ് ഉണ്ടാക്കാൻ. നമുക്ക് പെട്ടെന്നൊരു കറി ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു എളുപ്പത്തിലുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ കറി ഉണ്ടാക്കുന്നത് വഴുതന വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള 2 വഴുതന ഇതിനായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വട്ടത്തിൽ കുറച്ച് കനം കുറച്ച് തന്നെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിത് രണ്ടും നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ വട്ടത്തിൽ കനം കുറച്ചെടുത്തിട്ടുണ്ട്. തീരെ കനം കുറച്ചിട്ടല്ല, ഈ ഒരു സൈസിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടൊരു മസാല ഉണ്ടാക്കണം. അതിനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് വഴുതനങ്ങയിൽ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ വഴുതനങ്ങ പീസിൻ്റെ 2 സൈഡിലും നന്നായിട്ട് മസാല ആവുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് എല്ലാ സൈഡിലും ആവുന്ന രീതിയിലൊന്ന് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഷാലോ ഫ്രൈ ആണ് ചെയ്യേണ്ടത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് വഴുതനയുടെ പീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് എണ്ണ ആദ്യം തന്നെ ഒഴിച്ചാൽ മസാലയൊക്കെ എണ്ണയിൽ അങ്ങ് പോവും. അപ്പോൾ കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചാൽ മതി. ആവശ്യമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാം. ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വന്നാൽ നമുക്കിത് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് മൊരിയിച്ചെടുക്കാം. ഞാൻ ഒഴിച്ച എണ്ണ കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 സൈഡും മൊരിയിച്ചതിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഫ്രൈ ആയി വന്ന ഈ വഴുതന മാറ്റിയതിന് ശേഷം ബാക്കി മസാല പുരട്ടിയിട്ടുള്ള കുറച്ചുകൂടി വഴുതന ഉണ്ട്, അതുകൂടി ഇത് ഫ്രൈ ആക്കി എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. അപ്പോൾ ഞാൻ 1.5 കപ്പ് തൈര് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. പിന്നെ നമ്മളെടുക്കുന്ന തൈര് കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം തിക്നെസ്സിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം. ഒരുപാട് ലൂസായിട്ടല്ല, കുറച്ചൊരു പാകത്തിന് തിക്നെസ് ആക്കി എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വഴുതന മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. വഴുതന ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്കൊന്ന് താളിച്ച് ചേർക്കാനേ ഉള്ളൂ. ഒരുപാട് പണികളൊന്നുമില്ല. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ച് ചേർക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഫ്ലെയിം ഓഫ് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. കാര്യമായിട്ട് ഒഴിച്ചുകറി ഒന്നും ഉണ്ടാക്കാൻ സമയമില്ലാത്ത ടൈമിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറി കൂടിയാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.